ഹോൾഡേ പിടിക്കുന്നത് ബൂട്ട് സ്പേസ് ഓപ്പൺ ആവും. ഒരു വയർലെസ് ചാർജിങ് പോർട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു വാഹനമാണ് ഈ വാഹനം. എങ്ങനെ ചെറിയൊരു വണ്ടി അതുപോലെ ഈ വേണമെന്നുള്ളത് ഇതിന്റെ ഉള്ളിലാണ്, കവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പരസ്പരം കണക്ട് ആയിട്ടുള്ള ഒരു നമ്മൾ നേരെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിലൊരു ഡ്രീം വാഹനം ഈ ഒരു സെഗ്മെന്റ് ആണ് സെഡാൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സ്ട്രോക്കും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് എന്തുസിയാസ് ഒരു ഹരമായിട്ട് മാറുന്നതാണ്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹ്യുണ്ടായി എന്ന വാഹനം നിർമ്മാണ കമ്പനിയുടെ സെഡാനെ വേണ. നല്ലൊരു ഫീച്ചേഴ്സും നല്ലൊരു ബിൽഡപ്പ് ആയ ഒരു വാഹനമാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഹ്യുണ്ടായി എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ വേണ സെഡാൻ വാഹനം. വണ്ടി ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു വാഹനമാണ് ഈ വാഹനം. കാരണം ഫ്രണ്ടിൽ ഫ്രണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വലിയൊരു ലോഗോയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ലുക്കുന്ന ലോഗോ ഒന്നുമില്ല. നേരെ താഴെ DRലും കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ മുതൽ ഈ ഒരു ഭാഗം വരെയാണ് DRL പ്ലേസ്. അത്രയും വലിയൊരു DRലാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കായി വേറൊരു എലമെൻ്റാണ് DRL എന്ന് പറയും. താഴെ ഗ്രിൽ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ക്രോം അല്ല, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് അല്ല, ഒരു ഡാർക്ക് ക്രോം രണ്ടും കൂടി ചേർന്നുള്ള ഒരു ഫിനിഷാണ് കൊടുത്തത്. അതിൽ പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തത്. ഈ ഒരു ഗ്രില്ല് ഭയങ്കര സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അട്രാക്ഷൻ നല്ലുണ്ട്. നമ്മൾ ക്രോമൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ വേണമെങ്കിൽ നമുക്ക് ഡീക്രോം ചെയ്യും. അപ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് കാണേണ്ടത് തന്നെ ഒരു ഡാർക്ക് ക്രോം കാണുന്നില്ല. നേരെ ഹെഡ് ലാമ്പ് നോക്കാൻ LED ഹെഡ് ലാമ്പിൻ്റെ കൊടുത്തിട്ടുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹൗസിംഗ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് ആക്കിയിട്ട് ഹൗസിംഗ് പ്ലേസ് ഉള്ളത്. നമ്മളെ ക്യാരക്ടർ നോക്കുമ്പോൾ ഈ ഒരു ബോണ്ടിൽ ഒരുപാട് ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിൽ ഒരുപാട് ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈപ്പേഴ്സും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നുള്ളത്. ഇതിൽ 16 ഇഞ്ച് അലോയിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അലോയ് പാറ്റേണൊക്കെ ഭംഗിയായിട്ട് ഡുവൽ ടോൺ അലോയ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 4 സ്പോക്കാണ് അലോയിൽ വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ വന്നത് അല്ല, ഒരു പ്രീമിയം ലുക്കുന്ന അലോയിലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സൈഡിലും ഒരുപാട് ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സൈഡിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടർ ലൈൻസാണ്. നമ്മളെ മിറർ എടുക്കുന്നത് ഓട്ടോ ഹോൾഡാണ്. ഓട്ടോ ഫോൾഡ് നമ്മൾ കീഴിൽ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഫോൾഡ് ആവും. ആ രീതിയിലാണ് അത് പ്ലേസ് ഉള്ളത്. കണ്ടോ, സൈഡത്തെ നമുക്ക് നല്ല അട്രാക്ഷൻ നല്ല ഒരു രീതിയിലാണ് ഒരു ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഡോർ തുറന്നാലും ആ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ക്യാരക്ടർ ലൈന് പിന്നെ നമ്മളെ ഷോർട്ടർ ലൈനും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സൈഡിൽ ഒരുപാട് ഷോർട്ടർ ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഷോർട്ടർ ലൈൻ വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു എലമെൻറ്റ് നമ്മൾ ഹ്യുണ്ടായിലെ SUV കാണുന്ന ഒരു എലമെൻറ്റ് നമ്മളെ സെഡാനിലും ഈ വേർണയിലും വന്നിട്ടുണ്ട്. ഒരു എലമെൻറ്റ് സൈഡിലും നമുക്ക് ആ കാരലിസ് അല്ല ബൾക്കി ആയിരിക്കുന്ന കാരലിസ് നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ. ഫ്രണ്ടിൽ കണ്ടപ്പോൾ തന്നെ വലിയൊരു ഗായ്സ് നോക്കൂ, ഫ്രണ്ടിൽ പറഞ്ഞ വലിയൊരു DRL തന്നെ വലിയൊരു ടെയിൽ ലാമ്പാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പോർഷൻ മുതൽ ആ ഒരു പോർഷൻ വരെയാണ് ടെയിൽ ലാമ്പ് വന്നുള്ളത്. ഈ ഡോട്ടൊക്കെ കണ്ടോ, നമുക്ക് സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ഡോട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ വേണമെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്, കവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പരസ്പരം കണക്ട് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പിൻ്റെയാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. കൊണ്ട് അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാമറ റേറ്റും കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ. പിന്നെ എക്സസിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, വേരിയൻ്റെ ബാഡ്ജിങ് ആണ്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുള്ളത്, ഒരു ഡിഫ്യൂസറും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പ്രീമിയം ലിക്കുന്ന ഡിഫ്യൂസർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് കീ വന്നിട്ടുള്ളത്. ഇത് ലോക്ക് അൺലോക്ക്, പിന്നെ ഹോൾഡർ നമ്മളെ ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ആക്കണത് വേണ്ടി സ്റ്റാർട്ട് ആകും ഹോൾഡ് ചെയ്യും. പിന്നെ ഇത് ഈ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ബൂട്ട് സ്പേസ് ഓപ്പൺ ആവും. ബൂട്ട് സ്പേസ് ഓപ്പൺ ആവും. 528 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. താഴെ സ്പെയർ വീലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളെ ട്രയാങ്കിളുടെ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വാഹനം എന്തെങ്കിലും എമർജൻസി കേസിൽ ബ്രേക്ക് ഡൗൺ നമ്മൾ സൈഡിൽ വെക്കണ ട്രയാങ്കിളുടെ ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ക്ലോസ് ചെയ്തേക്കാം. ഒരു ഡിഫോക്കസ് കൊടുത്തിട്ടുണ്ട്, ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷാഫ്റ്റിന് ആൻറ്റിനും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നേരെ ഇനി ഇന്ത്യനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നോക്കുന്നത് ഭയങ്കര ഒരു പ്രീമിയം ലുക്കത്തിന് ഒരു ഇന്ത്യയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഡോർ പാഡ് നോക്കുമ്പോൾ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. പവറിൻ്റെ കൺട്രോൾസും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മിറർ ലോക്ക് ആക്കുന്ന ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് അതിന് കൊടുത്തിട്ടുള്ളത് ലെതർ സീറ്റാണ്. നല്ല കംഫർട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫ്യൂൽ ഓപ്പൺ ആക്കുന്നതും ബൂട്ട് സ്പേസ് ഓപ്പൺ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും ഇവിടെ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അംബ്രല്ല ഹോൾഡറും വെക്കാൻ അത്രയും വലിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്പീക്കറും പ്ലേസ്. ഇതാണ് വേണ്ടയുടെ ഇന്റീരിയർ എന്ന് പറയുന്നത്. ഭയങ്കര പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഒരു ഇന്റീരിയറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കിച്ചൺ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഇതിനൊരു ക്ലസ്റ്റർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ആണ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ അസിസ്റ്റൻറ്റ്, ക്ലസ്റ്റർ, ലൈറ്റ്സ്, ഡോറ്, കൺവിഷൻസ്, യൂണിറ്റ്, റീസെറ്റ്. ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇല്ലുമിനേഷൻ, വൺ ടച്ച്, ആംബിയൻ ലൈറ്റ്, ബ്രൈറ്റ്നസ്, ഹെഡ്ലൈറ്റ്, ടൈം ഔട്ട്,
ഇന്ത്യ ലൈറ്റ്. ഒരു ബാക്ക് ഇറങ്ങിയിട്ട് ഡ്രൈവർ അസിസ്റ്റൻറ്റ് കയറിയത് അതിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വാണിംഗ് മോഡ്സ്, അതുപോലെ തന്നെ വാണിംഗ് മെത്തേഡ്സ്, പാർക്കിംഗ് സേഫ്റ്റി, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ ബാക്ക് കൊണ്ട് ക്ലസ്റ്ററിൽ ക്ലസ്റ്റർ തീം, വൈപ്പർ ലൈറ്റ്സ്, ഡിസ്പ്ലേ, IC റോഡ് വാണിംഗ്, വെൽക്കം സൗണ്ട്. വെൽക്കം സൗണ്ട് നമ്മൾ ഡോർക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് വരും, അതാണ് വെൽക്കം സൗണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് എൻ്റെ മോഡൽ വലിയൊരു ഇൻഫോടൈം സിസ്റ്റം അതിൽ കൊടുക്കുക. അതുപോലെ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു AC കൺട്രോൾസ് ആണ്. AC കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരെ പ്രസ് ചെയ്യുകയാണെങ്കിൽ താഴെ കണ്ടോ ഒരു മീഡിയ കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യും. ഡുവൽ ടോണിലാണ് യൂസ് ചെയ്യും. മൾട്ടി പർപ്പസ് എന്ന് പറയും. അതുപോലെ 2 ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഡെമ്മി സ്വിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കാം. സ്വിച്ചാണ് കൊടുത്തത്. ഒരു C പോർട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചാർജിങ് സോക്കറ്റ്, ഒരു USB പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിങ് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് നമ്മൾ സാധാരണ വാഹനത്തിൽ ടോപ്പ് എൻഡിൽ മാത്രമുള്ള ഇതുപോലത്തെ ഫീച്ചേഴ്സ് ആണ്. സെക്കൻഡ് വേരിയൻറ്റിലും ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ജസ്റ്റ് തോന്നി എനിക്ക്. നമ്മൾ ഡ്രൈവ് മോഡ് ഇപ്പോൾ സ്പോർട്ടിലേക്ക് എടുക്കുന്നത് എക്കോ, നോർമൽ, അങ്ങനെ 3 ഡ്രൈവ് മോഡ് മാറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രൈവ് മോഡ് മാറ്റി നമുക്ക് ക്ലസ്റ്ററിലും തീം മാറാൻ പറ്റും. സ്പോർട്ടിലും റെഡ് ഫിനിഷായി, എക്കോലും ഒരു ഗ്രീൻ ബ്ലൂ പോലത്തെ ഒരു ഫിനിഷ്, നോർമൽ ഒരു വൈറ്റ് ഫിനിഷ് വന്നിട്ടുള്ളത്. എങ്ങനെ അടിപൊളിയല്ലേ. നമ്മൾ ട്രാൻസ്മിഷൻ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി മേലെ അവൈലബിൾ ആണ്. അതുപോലെ ക്യാമറയുടെ ബട്ടൺസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാർക്കിംഗ് ഇതിൻ്റെ ബട്ടൺ, പാർക്കിംഗ് സെൻസർ ഓഫ് ആക്കാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മേളിൽ ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ സ്ലൈഡിന് പറ്റുന്ന ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്യാൻ. 2 കപ്പ് ഹോൾഡേഴ്സ്, മേളിൽ ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ ഒരു ഗ്ലോ ബോക്സ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് എന്താ, നമ്മൾ സീറ്റ് ഇരുന്നിട്ട് ആ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിന് വാണിംഗ് കൊടുക്കുക. ഇവിടെയാണ് എൻ്റെ വാണിംഗ് കാണിക്കുന്നത്. അവിടെ AC വെൻ്റ് ഒരു ഹിഡൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ യൂണിറ്റ് വന്നുള്ളത്. അത് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് കൊടുത്തുള്ളത്, കണ്ടോ. ഇതിൽ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്. അതുപോലെ നമ്മുടെ ബ്ലൂ ലിങ്ക് പോലത്തെ കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ഫോണിൽ വാഹനം ഡെലിവറി ചെയ്ത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത വാഹനം എവിടെയാണ്, എത്ര കിലോമീറ്റർ സ്പീഡിൽ വാഹനം പോകുന്നത്, അതൊക്കെ നമുക്ക് ഫോണിൽ അറിയാൻ പറ്റും. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സ് പോവുകയാണെങ്കിൽ സൗണ്ട്, ഡിവൈസ് കണക്ഷൻ, ഡിസ്പ്ലേ ബട്ടൺ, ജനറൽ, സിസ്റ്റം, ബ്ലൂടൂത്ത്, ഡേ ടൈം, ലാംഗ്വേജ് പറഞ്ഞൊരു ഫീച്ചർ ഇതിലും വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അതിൽ കാണിച്ചിട്ടുണ്ട്. ക്രെറ്റയിലും എക്സ്ട്രയിലും കാണിച്ചിട്ടുണ്ട്. ഇതിലും ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല കംഫർട്ടുള്ള സീറ്റ് ഈ വാഹനത്തിൽ വന്നത്. നല്ലൊരു കംഫർട്ട് ഉണ്ട്. ചെറിയൊരു സൺ റൂഫ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ പെൻ സൺ റൂഫ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ഒരു സെഡാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ സൺ റൂഫിനെ കുറച്ചും കൂടി ബെറ്റർ. സൺറൈസ് കൊടുത്തിട്ടുണ്ട്. മിറർ, എവിടെയും മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൺ റൂഫ് കൺട്രോള്, ലാമ്പ്, പിന്നെ ഓട്ടോ ഡിമ്മിങ് ആയ റിവ്യൂ മിററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റോയിനെ കുറിച്ച് പറയുമ്പോൾ പക്ഷെ നല്ലൊരു സ്പേസിലൊരു സെക്കൻഡ് റോയിന് മാറ്റത്തിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോർ പാഡ് കൊടുത്തിട്ടുണ്ട്, പവർ വിൻഡോ കൺട്രോളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഈ മാറ്റി വന്നിട്ടുണ്ട്. നമ്മൾ സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടായാലും അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ AC വെൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. 2 C പോർട്ടിന് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസിൽ ഒരു സെക്കൻഡറി വാങ്ങിച്ച് വന്നത്. ഒരു ഡോർ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല കംഫർട്ടുള്ള സീറ്റ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കോപ്പി ഇട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു 90 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇൻഫോടൈം സിസ്റ്റം അവിടെ കൊടുത്തല്ലോ, കണ്ടോ. ഇതോട്ട് കുറച്ചിങ്ങനെ കർവായിട്ട് നിൽക്കുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ചെറിയൊരു വണ്ടി? അടിപൊളി. ഇഷ്ടപ്പെട്ടാ? എടുക്കണം അതുപോലെ തന്നെ എടുക്കണം. ചെക്കനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് കമ്പനി ചെയ്താൽ. വണ്ടിയുടെ എഞ്ചിൻ ബേ ഓപ്പണിംഗിൽ ഇട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ബേ അവിടെയാണ് പറയാൻ വേണ്ടിയിട്ട് ഒരു ലോഗോ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രസ് ചെയ്യണമെങ്കിൽ അത് അൺലോക്ക് ആവും. അവിടെ നേരെ എഞ്ചിൻ ബേ നോക്കി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ MPI പെട്രോൾ എഞ്ചിനാണ്, 4 സിലിണ്ടർ, ഏകദേശം 115 PS പവറും 148 Nm ടോർക്കിന് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ഒരു എഞ്ചിൻ പേണി അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹുഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഹുഡിന് നല്ല വെയിറ്റുള്ള ഹുഡ് ഈ അതിന് കൊടുത്തിട്ടുള്ളത്. ഇൻസുലേഷൻ കാണാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയ എഞ്ചിൻ സ്പെക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര പാക്കഡുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടെ ഇന്നത്തെ വീഡിയോ എന്നുള്ള വീഡിയോ ഇഷ്ടം മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിൽ മാത്രമേ കുറച്ച് ഓഫേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ കൊടുത്തിട്ട്. അടുത്ത വീഡിയോയുടെ ചെറിയൊരു ബ്രേക്ക്.